ഗൈസ്, പൊറാട്ട ഹെൽത്തിയാണ് ഇഫ് ഈറ്റ് ഇറ്റ് റൈറ്റ്. അങ്ങനെ പറയണം എന്ന് അതിയായ ആഗ്രഹം എനിക്കുണ്ട്. അങ്ങനെ പറയാൻ വേണ്ടി ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്തു. പൊറാട്ട ഉണ്ടാക്കുന്ന സ്ഥലത്ത് പോയി അതിനെ വാച്ച് ചെയ്തു. ഐ വാസ് ബ്രോക്ക്. പ്രധാനമായും ഈ 4 കാര്യങ്ങളാണ് പൊറാട്ട അൺഹെൽത്തി ആക്കുന്നത്. ഒന്നാമത്തെ കാര്യം, അതിൽ ലോ ഫൈബർ കണ്ടന്റ് ആണ്. നമ്മൾ ഒരുപാട് ഈ മൈദ കഴിക്കുമ്പം കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കും. ഇവഞ്ച്വലി അത് പൈൽസ് വരെ ഉണ്ടാക്കും. രണ്ടാമത്തെ കാര്യം, അതിലെ ഹൈ ഓയിൽ കണ്ടന്റ് ആണ്. പൊറാട്ട ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അവരാ മൈദ എടുത്ത് ഉരുട്ട് അതിന് മേലെ ഓയിൽ പുരട്ടുന്നു, അത് പരട്ടിയിട്ട് അതിന് മേലെ ഓയിൽ പുരത്തുന്നു, അത് ചട്ടിലേക്ക് ഇടുമ്പം ഓയിൽ പുരത്തുന്നു, ചട്ടിയിൽ ഇട്ടതിന് ശേഷം കുറച്ച് ഓയിൽ ഇതിന് മേലെ ഒഴിക്കുകയും ചെയ്യും. അതാണ് അതിൻ്റെ ക്രിസ്പിനെസ് നമുക്ക് കിട്ടുന്നത്. ആ ഹൈ ഓയിൽ കണ്ടന്റും നമുക്ക് അൺഹെൽത്തിയാണ്. കൊളസ്ട്രോൾ ഉണ്ടാക്കും, അമിതവണ്ണം ഉണ്ടാക്കും. മൂന്നാമത്തെ കാര്യം, അതിൽ ലോ ന്യൂട്രിയൻ വാല്യൂ ആണ്. വൈറ്റമിൻസോ മിനറൽസോ അത്യാവശ്യം വേണ്ട പിന്നെ പ്രോട്ടീൻസൊന്നും ആ സാധനത്തിലില്ല. നാലാമത്തെ കാര്യം, അത് ഡൈജസ്റ്റ് ചെയ്യാൻ പണിയാണ്. അങ്ങനെ ഡൈജസ്റ്റ് ചെയ്യാൻ പണിയായി കഴിഞ്ഞാൽ നമുക്ക് മലബന്ധം വരും. ടോയ്ലറ്റ് പോയ സാധനം കൊണ്ട് വൃത്തിക്ക് പോകില്ല. മാത്രമല്ല ഹൈ കാർബ് ആയതുകൊണ്ട് ഈ സാധനം ഷുഗറും ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇത് ഹെൽത്തി ആക്കാൻ ഒരു വഴിയില്ല ഗൈസ്. പക്ഷെ എപ്പോഴെങ്കിലൊക്കെ കഴിക്കാം, നിങ്ങൾ എക്സസൈസ് ഒക്കെ റെഗുലർലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ. പൊറാട്ട അല്ലാത്ത മലയാളിയുടെ ജീവിതം നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ എപ്പോഴെങ്കിലൊക്കെ കഴിച്ചോ, നന്നായിട്ട് എക്സസൈസ് ചെയ്യേണ്ടി വരും. പിന്നെ ഒരു കാര്യം, ഈ പൊറാട്ടയുടെ കൂടെ ഇഷ്ടപ്പെട്ട ഡിഷ്, അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു സാധനം ഏതാണെന്ന് കമൻറ്റ് ചെയ്ത് പോകണം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് പൊറാട്ടയുടെ അവസ്ഥ. താങ്ക് യു ഗൈസ്, ബൈ.